യഥാർത്ഥ പ്രതി വിദേശത്ത് സുഖവാസത്തിൽ, നിരപരാധി കിടന്നതാകട്ടെ ജയിലറയിലും. പോലീസിന്റെ കെടുകാര്യസ്ഥതയിൽ 3 ദിവസം ജയിലിൽ കിടന്ന യുവാവ് ഒടുവിൽ നീതി തേടി രംഗത്ത്. മലപ്പുറം പൊന്നാനിയിലെ അബൂബക്കറിനെയാണ് മറ്റൊരാൾക്ക് പകരം പോലീസ് ജയിൽവാസം അനുഭവിപ്പിച്ചത്. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആളുമാറി അറസ്റ്റ് ചെയ്ത സംഭവം പൊന്നാനിയിൽ നടന്നത്. ആയിഷാബി എന്ന യുവതിയായിരുന്നു പരാതിക്കാരി. ഭർത്താവ് വടക്കേപ്പുറത്ത് അബൂബക്കർ ചെലവിന് നൽകുന്നില്ലെന്ന് കാണിച്ചായിരുന്നു പരാതി. എന്നാൽ സ്വന്തം ഭർത്താവിന് പകരം പോലീസ് അറസ്റ്റ് ചെയ്തതാകട്ടെ വെളിയങ്കോട് സ്വദേശി ആലുങ്ങൽ അബൂബക്കറിനെയും. യഥാർത്ഥ പ്രതിയായ വടക്കേപ്പുറത്ത് അബൂബക്കർ ആകട്ടെ വിദേശത്തും. തിരൂർ കുടുംബ കോടതിയിൽ നിന്നുള്ള വാറന്റ് നടപ്പാക്കാനെത്തിയ പൊന്നാനി പോലീസാണ് ആളുമാറി ആലുങ്ങൽ അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തത്. ഇതോടെ ഒരു കുറ്റവും ചെയ്യാതെ 4 ദിവസത്തോളമാണ് യുവാവിന് ജയിലിൽ കഴിയേണ്ടി വന്നത്. നിലവിൽ അറസ്റ്റ് ചെയ്ത അബൂബക്കറും ഭാര്യയും തമ്മിൽ കുടുംബ പ്രശ്നങ്ങളുണ്ട്. ഭാര്യ നൽകിയ പരാതിയാണെന്ന് കരുതി അബൂബക്കർ പോലീസിനോട് സഹകരിക്കുകയും ചെയ്തു. രണ്ടുപേരുടെയും പിതാവിന്റെ പേര് ഒരുപോലെയാണെങ്കിലും വീട്ടുപേരിൽ വ്യത്യാസമുണ്ടെന്ന് അന്ന് തന്നെ പോലീസിനോട് പറഞ്ഞിരുന്നുവെന്ന് യുവാവ് വ്യക്തമാക്കുന്നു. വീട്ടിലേക്ക് പോലീസ് കയറി വന്നിട്ട് പറഞ്ഞ് ഇത് അബൂബക്കറല്ലേന്ന് വെച്ചു. അപ്പോൾ ഞാൻ മുമ്പാത്തിയിട്ടുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് അബൂബക്കറാണെങ്കിൽ ഒന്ന് സ്റ്റേഷൻ വരേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഇത് അഡ്രസ്സ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ വണ്ടി മേടിച്ച് കുറച്ചിട്ട് കൊണ്ടുപോയിട്ട് ഞങ്ങൾ ഹൈവേലേക്ക് എത്തിയിട്ടില്ല. ഹൈവേക്ക് എത്തുന്ന മുന്നേ തന്നെ ഞാൻ സ്ഥലം വിളിച്ച് പറഞ്ഞേ ആ അഡ്രസ്സ് എനിക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ് അബൂബക്കർ വടക്കേപ്പുറത്ത് ഫാത്തിമ. അപ്പോൾ ഞാൻ പറഞ്ഞു വടക്കേപ്പുറത്ത് ഫാത്തിമ എൻ്റെ അമ്മയാണ്. ഇത് അബൂബക്കർ ഒരിക്കലും അബൂബക്കർ ആലുങ്ങലാണ്. അതായത് ആലുങ്ങൽ ചേർത്ത് എൻ്റെ അമ്മയുടെ പേരും വരും. ഒരിക്കലും ഇത് അബൂബക്കർ ആലുങ്ങൽ മുഹമ്മദ് ഒന്നല്ല, ഇത് ഫാത്തിമാണ്. അപ്പോൾ ഞാനിങ്ങനെ സംശയത്തെ അവർ ചോദിച്ചു നിങ്ങൾ ഒന്നുകൂടെ അന്വേഷിക്കണം. അപ്പോൾ അവർ നേരെ നോക്കിയെന്നറിയാം. ഞാൻ സ്റ്റേഷനെ പോയിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ചെന്ന് നോക്കുമ്പോൾ അവിടെ എഴുതിച്ചുള്ളത് തന്നെയാണ് അബൂബക്കർ ആലുങ്ങൽ. ഞാൻ അവിടെ എന്നെ അറിയുന്ന 2-3 പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്. അതും അവർക്കും അറിയാം അബൂബക്കർ ആലുങ്ങലാണ്. എൻ്റെ നന്നായിട്ട് അറിയണത് പേരെല്ലാവർക്കും അറിയണത് ആലുങ്ങൽ എന്നാണ്. അവർക്കും അറിയാം. അപ്പോൾ അവർ പോലും ഞാൻ അവരോട് ചോദിച്ചു സാറേ അതിൻ്റെ പേര് മാറിയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ എൻ്റെ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷം ഒരു 1.5 വർഷം മുന്നേ മരിച്ചതല്ലേ. ചില മരിച്ചതിന് ശേഷം ഇപ്പോൾ എൻ്റെ വൈഫിൻ്റെ ചെറിയ വിഷയമുണ്ട്, കേസുണ്ട്. ആ കേസിൻ്റെ പരാതി ചിലപ്പോൾ എൻ്റെ ഉമ്മാനം ചേർത്തിട്ടായിരിക്കും ഉമ്മാടടച്ചും ചേർത്തിട്ടായിരിക്കും ഇത് കൊടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ അങ്ങനെ വന്ന് ഞാനിതപ്പോൾ ഞാൻ കോടതിയിൽ വന്ന് ഇവിടെ ഹാജരാക്കി നേരം അവിടെ പോയിട്ട് നമ്മളെ ഏത് സ്റ്റേഷൻ ഏതാ അല്ല ജയിലിൽ തവന്നൂർ ജയിലിൽ പോയി കിടന്നു. എന്നാൽ പോലീസ് മുഖവിലക്കെടുക്കാതെ കോടതിയിൽ ഹാജരാക്കി. 4 ലക്ഷം രൂപ പിഴ അടയ്ക്കാനായിരുന്നു കോടതി വിധി. എന്നാൽ ജീവനാംശം നൽകാനുള്ള തുകയില്ലെന്ന് അറിയിച്ചതോടെ 6 മാസം തടവിനും ശിക്ഷിച്ചു. ബന്ധുക്കൾ പോലീസ് സ്റ്റേഷനിലെത്തി രേഖകൾ പരിശോധിച്ചപ്പോഴാണ് ആളുമാറിയതെന്ന് മനസ്സിലാകുന്നത്. ഇരുവരുടെയും പിതാവിന്റെ പേരുകൾ ഒരുപോലെയായതാണ് ആശയക്കുഴപ്പമുണ്ടാക്കാൻ കാരണമെന്ന് പോലീസ് നൽകുന്ന വിശദീകരണം. അതേസമയം സംഭവം വിവാദമായതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പിയോട് റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി. ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. തുടർ നടപടികൾ റിപ്പോർട്ടിന് ശേഷം സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് യഥാർത്ഥ അബൂബക്കറിന്റെ കുടുംബം. മലബാർ ടൈംസ്, പൊന്നാനി.